ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാഠഭാഗങ്ങൾ മിസ് ചെയ്യാതെ നന്നായി പഠിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഒഴിവുള്ള സമയത്ത് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഒരു ചോദ്യം നിങ്ങൾ ചെക്ക് ചെയ്യാം. എ വയർ ഓഫ് ലെങ്ത് 80 cm in bend to make a rectangle. The area of the rectangle is 384 cm square. Calculate the length and breadth of the rectangle. അതാ ചോദ്യം. അതായത് ഒരു വയർ ഉണ്ട്, 80 cm നീളമുള്ള ഒരു വയർ വരച്ചിട്ട് എന്ത് ചെയ്തു, റെക്ടാങ്കിൾ ഫോം ചെയ്തു. ഈ റെക്ടാങ്കിളിന്റെ നീളവും വീതിയും കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഇത് വരച്ചിട്ട് ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്തു. അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 80 ആയിരിക്കും. കാരണം എന്താ, 80 cm നീളമുള്ള ഒരു വയർ വരച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് 80 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ലെങ്ത്തും ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര വരും? ടോട്ടൽ 40 ആണ്. അപ്പൊ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 40 വരും. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 40 വരും. അങ്ങനെ 80 ആണ് ഇതിന്റെ എന്ത് വരിക, പെരിമീറ്റർ വരിക. അപ്പൊ ഞാനൊരു സൈഡ് എക്സ് എടുത്താൽ ഈ ബ്രെഡ്ത്ത് എക്സ് എടുത്താൽ ഇത് എത്ര വരും? 40 മൈനസ് എക്സ് വരും. കാരണം ടോട്ടൽ ലെങ്ത്തും ബ്രെഡ്ത്തും 40 വരിക. അപ്പൊ നമുക്ക് തന്നത് ഏരിയ ഈക്വൽ ടു 384 എന്നാണ് തന്നത്. അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യും? ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കും? ഏരിയ എങ്ങനെ കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്, എക്സ് ഇൻറ്റു 40 മൈനസ് എക്സ് ഈക്വൽ ടു 384 വരും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ എക്സ് ഇൻറ്റു 40x കാണും. എക്സ് ഇൻറ്റു 40x. അപ്പോൾ എത്ര വരും? 40x. എക്സ് ഇൻറ്റു 40 എന്നാണ് 40x. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ മൈനസ് ഇടണം. ഈക്വൽ ടു 384. അപ്പോൾ ഇതിനൊരു ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മൈനസ് കൊണ്ട് ഇൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അതിനങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ പല മെത്തേഡ് ഉണ്ടാവും. അത് പിന്നെ മൈനസ് കൊണ്ട് ഇൻറ്റ് ചെയ്താൽ ഉണ്ടാവും ഇത് എക്സ് സ്ക്വയർ ആവും. എക്സ് സ്ക്വയറിന് ഫസ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള പ്ലസ് എക്സ് സ്ക്വയർ ആവും. പ്ലസ് 40x മൈനസ് 40x ആവും. ഇവിടെ പ്ലസ് ഉള്ളത് മൈനസ് ആവും. ഒന്ന് ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്യണം മൈനസ് കൊണ്ട്. അപ്പം എന്തിനാ വെച്ചാൽ നമുക്ക് എക്സ് സ്ക്വയറിന് മൈനസ് ടേം ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 40x ഈക്വൽ ടു മൈനസ് 384 എന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. a+b ഹോൾ സ്ക്വയർ രൂപത്തിലേക്ക് ഇതിനെ മാറ്റി കൊണ്ടുവരണം. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം? ഇതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിന്റെ സ്ക്വയർ എടുക്കുക. ഈ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിന്റെ സ്ക്വയർ എത്ര? 20ന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ ഞാൻ എന്റെ വക കൊടുത്തതാണ് 20ന്റെ സ്ക്വയർ. അപ്പൊ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? 20ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പം ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 20 ഹോൾ സ്ക്വയർ. അപ്പൊ 384 മൈനസ് 384 400 മൈനസ് 384 400 എത്ര വരും? പ്ലസ് 16 വരും. അപ്പം പിന്നെ എക്സ് മൈനസ് 20 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 വരും. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 20 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 ആവും. അത് 4 ആണ്. അപ്പം എക്സ് ഈക്വൽ ടു ഇവിടെ പ്ലസ് 20 പ്ലസ് 4 മൈനസ് 20 കൂടെ വരുമ്പോൾ പ്ലസ് 20 ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തായി? 24 ആയി. അപ്പോൾ ഒരു സൈഡ് 24 ആണ്, ടോട്ടൽ 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് 24 ആണെങ്കിൽ ഇത് എത്ര വരും? അപ്പോൾ ഇത് 16 വരും. ഓക്കെ, അപ്പം എങ്ങനെ മനസ്സിലാക്കുക? അപ്പോൾ ഒരു ലെങ്ത് 24 ആണെങ്കിൽ മറ്റേത് 16 ആണെന്ന് മനസ്സിലാക്കുക. ഈ രൂപത്തിലൊക്കെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ മാറ്റാൻ സാധിക്കുമോ എന്ന്